ിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് PHP വേരിയബിൾസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് വേരിയബിളിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്, എന്താണ് വേരിയബിൾ, എങ്ങനെയാണ് ഒരു വേരിയബിൾ എഴുതേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളും സിൻടാക്സും കുറച്ച് തിയറിറ്റിക്കൽ പാർട്ടുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഷെയർ ചെയ്തിട്ടോ എങ്ങനെയെങ്കിലും സെർച്ച് ചെയ്തിട്ടോ കിട്ടുന്ന ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മളുടെ 4ാമത്തെ വീഡിയോ ആണ് PHP ട്യൂട്ടോറിയലിൻ്റെ. അപ്പോൾ നിങ്ങൾ നേരെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ചാനലിലേക്ക് പോയിട്ട് സ്റ്റാർട്ടിങ് മുതൽ കാണാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും PHP വേരിയബിൾസ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ നമുക്ക് കോഡിലേക്ക് പോകാം. ഇതാണ് എൻ്റെ കോഡ്. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഒരു PHP വേരിയബിൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടെയ്നേഴ്സ് ഫോർ സ്റ്റോറിങ് ഇൻഫർമേഷൻ. തിയറിറ്റിക്കലി ഒരു ഡെഫിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വേണമെങ്കിൽ പറയാം. അതായത് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്ന ഒരു കണ്ടെയ്നറാണ് എന്നുള്ള ലെവലിൽ പറയാം. ഓക്കെ, സോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ $name = ജിഷാദ്. ഇതാണ് ഒരു ബേസിക് സിൻടാക്സ്. അതായത് ജിഷാദ് എന്ന് പറയുന്ന വാല്യൂ ഒരു ഇൻഫർമേഷനെ $name എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ആ നെയിം എന്ന് പറയുന്ന വേരിയബിൾ ഈ ഇൻഫർമേഷനെ ഒരു കണ്ടെയ്നറായിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് അവിടെ വെച്ചിരിക്കുകയാണുള്ളത്. സോ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഇതേപോലെ സ്ട്രിങ് വാല്യൂസ് മാത്രമല്ല ഇൻറ്റിജർ വാല്യൂസും സെറ്റ് ചെയ്യാം. അതായത് $age = 34 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ഇൻറ്റിജർ ആയിട്ടുള്ള വാല്യൂ ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ നെക്സ്റ്റ് വരുന്നതാണ് അടുത്ത ഒരു പോയിന്റ്. ഇതിൻ്റെ ഒരു സെക്ഷൻ വേറെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ അതവിടെ മാറ്റി വെക്കുന്നത്. എന്നിട്ട് ഞാൻ ഈ വേരിയബിൾസിനെ പറ്റിയിട്ട് ആദ്യം പറയാം. സോ വേരിയബിൾസ് ആദ്യം ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സ്ട്രിങ് വാല്യൂസും എന്താണോ ഇൻഫർമേഷൻ ആ ഇൻഫർമേഷനെ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു, അത്രയും മാത്രം മനസ്സിലാക്കുക. അടുത്ത ഇതിൻ്റെ ഒരു സിൻടാക്സ് ആയിട്ട് വരുന്നതാണ് ഓരോ വേരിയബിൾ, ഏത് വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ PHPയിൽ വേരിയബിൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് മസ്റ്റ് ബി സ്റ്റാർട്ട് വിത്ത് $. വെച്ചിട്ട് മാത്രമേ അത് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ $mobile എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മൊബൈൽ നമ്പറിൻ്റെ വേരിയബിൾ ആയിരിക്കും എന്ന് പറയുന്ന ഇങ്ങനെ എഴുതി പോകുന്ന സംഭവം. അതായത് ആ വേരിയബിൾ ജസ്റ്റ് ആ വേരിയബിൾ ആണ്, PHP ഒരു വേരിയബിൾ ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താക്കണം, $, ആദ്യം തന്നെ ഇട്ട് കൊടുക്കണം. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ടെക്സ്റ്റ് വാല്യൂസ്, അതായത് സ്ട്രിങ് വാല്യൂസ് ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കോഡ്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് വർക്ക് ആവത്തുള്ളൂ. ഓക്കെ, എങ്കിൽ മാത്രമേ അത് സ്റ്റോർ ആവത്തുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ നേരെ പോയി ജിഷാദ് എന്ന് പറയുന്ന പേര് നേരെ അവിടെ സേവ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സേവ് ചെയ്തിട്ട് കാര്യമില്ല. ഇതിപ്പോൾ നേരെ ഇങ്ങോട്ടേക്ക് എടുക്കത്തില്ല. ഇതെന്താണെന്നുള്ളത് PHPക്ക് ഇപ്പോൾ മനസ്സിലാവില്ല. ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് സ്ട്രിങ് ആണോ വേരിയബിൾ ഇൻറ്റിജർ ആണോ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഈ സ്ട്രിങ് ആയിട്ട് ഇത് ഈ നെയിം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഞാനൊരു സ്ട്രിങ് ആണ്, ഒരു ടെക്സ്റ്റാണ് ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ കോഡ്സ്, ഡബിൾ കോഡ്സ് ഓർ സിംഗിൾ കോഡ്സ്, ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. സിംഗിൾ കോഡ്സ് ഇട്ടിട്ട് നമുക്കിപ്പോൾ തൽക്കാലം ചെയ്തു പോകാം. സിംഗിൾ കോഡ്സ് ഇട്ട് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ടെക്സ്റ്റ് വാല്യൂ എന്താവും, നെയിം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ആവും. ഓക്കെ, അടുത്തത് വേരിയബിളിൻ്റെ നെയിം മസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ലോവർ കേസ് ഓർ അണ്ടർസ്കോർ. ഇതാണ് അടുത്ത ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. പറയുകയാണെങ്കിൽ $name എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങുന്ന സമയത്ത് സ്മോൾ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് അണ്ടർസ്കോർ നെയിം ഇങ്ങനെ വേണമെങ്കിലും എഴുതാം, ഇതിനും യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ, പക്ഷേ ഒരിക്കലും ഇൻറ്റിജർ വെച്ചിട്ട് ഇപ്പം 1 name എന്ന് പറഞ്ഞിട്ട് ഇട്ടാൽ അത് വർക്കാവത്തില്ല. 3 name എന്ന് പറഞ്ഞിട്ട് ഇട്ടാൽ അത് വർക്കാവില്ല. ഇത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കളർ കോഡ് തന്നെ മനസ്സിലാവും എന്താണെന്നുള്ള കാര്യം. കറക്റ്റായിട്ട് PHPക്ക് അത് മനസ്സിലാവില്ല, അതങ്ങനെ സ്റ്റാർട്ട് ചെയ്യരുത്, അതിൻ്റെ സിൻടാക്സ് ആണ് അത്. സോ ഒരിക്കലും ഇൻറ്റിജർ വെച്ചിട്ട് നമുക്ക് എന്താകാൻ പാടില്ല, വേരിയബിൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ക്യാപിറ്റൽ കേസ് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഇൻറ്റിജർ സ്റ്റാർട്ട് ചെയ്യരുത്. ബിക്കോസ് വേരിയബിൾ നെയിം സെറ്റ് ചെയ്യുന്നതിന് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു നെയിമിംഗ് കൺവേർഷൻ കീപ്പ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്തില്ല, അതായത് ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ട് എഴുതിയെന്ന് വെച്ചിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, അതായത് എററും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു വേരിയബിൾ നെയിം എഴുതുന്ന സമയത്ത് നമ്മളൊരു നെയിമിംഗ് കൺവേർഷൻ ചൂസ് ചെയ്യണം. ആ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാമൽ കേസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ യൂസറിൻ്റെ മൊബൈൽ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ യൂസർ മൊബൈൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേണം എഴുതാൻ.
ഓക്കെ, സ്റ്റാർട്ട് സ്മോൾ ലെറ്റർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ അതിനുശേഷം ഓരോ വേർഡ്സിനെയും ക്യാപിറ്റലാക്കിയിട്ട് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാക്കിയിട്ട് ചെയ്യുക. അതാണ് ക്യാമൽ കേസ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് റെഫർ ചെയ്തൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ എന്താണ് ക്യാമൽ കേസ് എന്ന് കിട്ടും. ഒട്ടകത്തിൻ്റെ മുകളിൽ ഇതുപോലെ ഇത് പൊന്തി 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 പോകുന്ന അതുപോലെ ഓരോ വേർഡും കറക്റ്റായിട്ട് സ്റ്റാർട്ടിങ് പൊന്തി ക്യാപിറ്റൽ ലെറ്ററിലേക്ക് ആക്കി വിട്ടിട്ട് പോകുന്നത്. അത്രേ ഉള്ളൂ. അപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും എന്താവണം, സ്മോൾ ലെറ്ററിലായിരിക്കണം, അല്ലെങ്കിൽ അണ്ടർസ്കോർ വെച്ചിട്ടായിരിക്കണം. ഒരിക്കലും നമ്പേഴ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യരുത്. അതുപോലെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, അതായത് ഐഫൺ ഇങ്ങനെ എഴുതി കഴിഞ്ഞാലൊന്നും, ഐഫൺ നെയിം എന്ന് പറഞ്ഞിട്ട് എഴുതി കഴിഞ്ഞാലൊന്നും PHP എടുക്കത്തില്ല. സോ അതുകൊണ്ട് ഒറ്റ കാര്യം മാത്രം, സ്മോൾ ലെറ്ററിലും അണ്ടർസ്കോറിലും മാത്രം സ്റ്റാർട്ട് ചെയ്യാം വേരിയബിൾസ്. പിന്നെ അതുപോലെ PHP വേരിയബിൾസ് ഒരു കേസ് സെൻസിറ്റീവ് ആണ്. അതായത് മുകളിൽ ഡോളർ നെയിം എഴുതിയിട്ടുണ്ട്, താഴെ ക്യാപിറ്റൽ ഡോളർ നെയിം എഴുതി കഴിഞ്ഞിട്ട് അഖിൽ എന്ന് പറഞ്ഞിട്ട് എഴുതിയെന്ന് വെച്ചു. ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോളർ നെയിമും ഡോളർ നെയിമും രണ്ടാണ്, കേസ് സെൻസിറ്റീവ് ആണ്. ഇത് രണ്ടും രണ്ടായിട്ട് തന്നെയാണ് PHP കൺസിഡർ ചെയ്യുള്ളൂ. അല്ലാണ്ട് ഇത് രണ്ടും ഒന്ന് എന്നുള്ള ലെവലിൽ PHP കൺസിഡർ ചെയ്യത്തില്ല. സോ അത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതുപോലെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയാനുള്ളത്, ഇത് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വേരിയബിളിലുള്ള ഡാറ്റ, വേരിയബിളിലുള്ള ഇൻഫർമേഷൻ എന്താണോ നിങ്ങൾ അസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ അസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതിനെ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എക്കോ എന്ന് പറയുന്ന ഫങ്ഷൻ, മെത്തേഡ് എന്ത് വേണമെങ്കിൽ പറയാം. സോ എക്കോ എന്ന് പറയുന്ന പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ഈ വേരിയബിളിലുള്ള ഡാറ്റേനെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. സോ എന്നാൽ ഞാൻ ജസ്റ്റ് എക്കോ ഡോളർ നെയിം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ഞാൻ ഈ ഫയലിനെ ഞാനൊന്ന് റൺ ചെയ്യാം. റൺ ചെയ്യുന്ന സമയത്ത് കണ്ടില്ല, എനിക്കിവിടെ റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എൻ്റെ ആ പേര് ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ ഏജ് എന്ന് പറയുന്നത് ഞാനിവിടെ എക്കോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഏജ് അവിടെ കിട്ടും. അതേപോലെ ഈ താഴത്തെ നെയിം ഞാനിത് പ്രിൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ക്യാപിറ്റൽ നെയിം എഴുതിയത് പ്രിൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, അതും എനിക്കിവിടെ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യുന്നത് കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുക, എങ്ങനെയാണ് വേരിയബിൾസ് പ്രിൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി അടുത്തതാണ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് എന്തൊക്കെ ടൈപ്പ് ഡാറ്റാസ് ഉണ്ട് എന്നുള്ളത്. ഇതിൽ കോമൺലി യൂസ്ഡ് സാധനങ്ങൾ പറയുകയാണെങ്കിൽ കുറേ ഡാറ്റ ടൈപ്പ്സ് ഉണ്ട്, കുറേ ഒന്നുമില്ല, ഒരു 5-8 എണ്ണങ്ങാനുള്ളത്. അതിൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അതായത് ഈസ് മെയിൽ ഇങ്ങനെ വേണമെങ്കിൽ ഇടാം, ഓക്കെ. അല്ലെങ്കിൽ ഈസ് മെയിലാണെന്നുണ്ടെങ്കിൽ, അതായത് മെയിലാണോ എന്നുള്ളത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് മേ ബി എന്താകുമെന്ന് വെച്ചാൽ ഒരു ബൂളിയൻ വാല്യൂ ആയിരിക്കും. ബൂളിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂ ഓർ ഫോൾസ്. സോ ട്രൂ ആയിരിക്കും വാല്യൂ ഉണ്ടാവുക, അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും വാല്യൂ ഉണ്ടാവുക. ഈ ട്രൂവും ഫോൾസ് ചെയ്യുന്ന സമയത്തൊന്നും നിങ്ങൾ സ്ട്രിങ് ഇട്ടിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരു വേറൊരു ഡാറ്റ ടൈപ്പാണ്. അതായത് ഇതൊരു ബൂളിയൻ ഡാറ്റ ടൈപ്പാണ് എന്ന് പറയുന്നത് ആലോചിക്കാം. സോ ഇത് മുകളിലത്തെ എന്തായി, സ്ട്രിങ് ആണ്. അതേപോലെ ഇത് ഇൻറ്റിജർ ആണ്, ഇത് ബൂളിയൻ ആണ്. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നതാണ് പ്രൈസ്. ഓക്കെ, പ്രൈസ് എന്ന് പറയുന്നത് എത്ര വരിക, 23.86. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു ഡബിളാണ്. ഡബിൾ എന്ന് പറയും, ചിലപ്പം ഫ്ലോട്ട് എന്ന് പറയും. ഫ്ലോട്ട് വാല്യൂ ആണ് വരുന്നത്. ഡെസിമൽ നമ്പേഴ്സ് വരുന്നതിനെ ഫ്ലോട്ട് വാല്യൂ ഡബിൾ എന്ന് പറഞ്ഞിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തത് വേറൊരു സംഭവം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരാൻ പോകുന്നതാണ്. കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിളിലേക്ക് നമുക്ക് എന്താക്കാം, ഒരു അറേനെ ഡിഫൈൻ ചെയ്യാം. അറേ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക, സ്റ്റാർട്ടിങ് എൻഡിങ് ഇടുക. ദെൻ അതിലേക്ക് നെയിം, കളർ റെഡ്, ബ്ലൂ, യെല്ലോ. ഇതൊരു സെമിക്കോളൻ. സംതിങ് എറർ ഉണ്ടല്ലോ, എന്താണ് എറർ? അൺഎക്സ്പെക്റ്റഡ് വേരിയബിൾ. ഓക്കെ, ഇവിടെ സെമിക്കോളൻ ഇട്ടിട്ടില്ല കണ്ടോ. ഇത് ഒരു അറയാണ്. ഇത്രയും 4 മാത്രം നിങ്ങൾ ഇപ്പോൾ തൽക്കാലത്തിന് 5 മാത്രം ഒന്ന് മനസ്സിൽ വെച്ചാൽ മാത്രം മതി. വേറെ ഉള്ളത് പിന്നെ റിസോഴ്സസ്, നള്ള്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത്. അതിനെപ്പറ്റി ഒന്നും ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട, അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ഇരുന്ന് പഠിക്കാൻ നോക്കുക. അപ്പം PHPയിൽ ഡാറ്റ ടൈപ്പ് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രിങ്, ഇൻറ്റിജർ, ബൂളിയൻ, ഡബിൾ ഓർ ഫ്ലോട്ട്, ഇത് വേണമെങ്കിൽ പറയാം. അതുപോലെ അറേ, ഇത്രയാണ് സാധനങ്ങളുള്ളതെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിലേക്ക് നമ്മൾ പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിങ്ങളിപ്പോൾ കോളേജിൽ നിന്ന് മറ്റേ C++ അതൊക്കെ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇതിലുണ്ടാവും ഡോളർ നെയിം ഈ ഇൻറ്റിജർ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്യേണ്ടി വരും. അതായത് ഇൻറ്റിജർ
എന്ന് പറഞ്ഞിട്ട് ആദ്യം ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ ഇതിലേക്ക് വാല്യൂ സെറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. ജാവയിലൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നു. ജാവ ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് കുറേ ഫ്ലട്ടറിൻ്റെ കോഡ്സിലൊക്കെ അങ്ങനത്തെയാണ് ഉള്ളത്. സോ ഇതിൽ വരുന്ന സമയത്ത് PHP യിൽ വരുന്ന സമയത്ത് നിങ്ങളിങ്ങനെ ഡാറ്റ ടൈപ്പ് ഏതാണെന്നുള്ളത് ഡിഫൈൻ ചെയ്ത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല PHP ഇതിലേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നതിനെ വെച്ചിട്ട് നോക്കിയിട്ട് താനെ ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് ഏതാണെന്നുള്ളത് എടുത്തോളും, എന്താണെന്നുള്ളത് ഓട്ടോമാറ്റിക്കലി എടുത്തോളും. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി വറി ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ പക്ഷേ നിങ്ങളിത് പഠിച്ചു നോക്കണം. ഇൻ്റർവ്യൂവിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഇതെന്താണ്, ഫ്ലോട്ട് എന്താണ്, ഡബിൾ എന്താണെന്നുള്ളത് ചോദിച്ചാൽ വായി നോക്കിക്കരുത്. അതാണ് സ്ഥിതിയുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ക്ലിയർ ആയിട്ട് നമ്മളിപ്പോൾ എന്തായി, വേരിയബിൾസിനെ പറ്റി പറഞ്ഞു, അതേപോലെ ഡാറ്റ ടൈപ്സിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇനി നെക്സ്റ്റ് അടുത്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പം എല്ലാവരോടും എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം, അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിനും എത്തിക്കാം. ഓക്കെ, ബൈ.